അടുത്ത ആഴ്ച നമുക്ക് വെള്ളം ഇല്ലെങ്കിലും കൃഷി ചെയ്യാൻ പറ്റൂ, അത് ഉറപ്പാ. അത് നമ്മൾ കാണിച്ചു തന്നിരിക്കും. ഫസ്റ്റ് ബൂസ്റ്റ് ഡോസ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ മുരിങ്ങയില ജ്യൂസ്. 2 വർഷം വരെ ഇത് മണ്ണിൽ കിടന്ന് അതിൻ്റെ ഒരു ഘടന തന്നെ മാറ്റും. എല്ലാവർക്കും പിയറസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. നമ്മളുണ്ടല്ലോ വർഷകാലം ആകുമ്പോഴേക്കും അതിനുള്ള ഒരു മുന്നൊരുക്കം ഒരുപാട് നടത്താറുണ്ടല്ലോ അല്ലെ. വർഷകാലം ആവണു, അപ്പൊ കൃഷി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മണ്ണൊരുക്കണം, അത് ഇത് ബഹളം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വേനൽ കൃഷിക്ക് നമ്മൾ ഒരുക്കങ്ങൾ നടത്താത്ത അല്ലെ? ശരിയല്ലേ? ആക്ച്വലി വേനൽ കൃഷിയാണ് നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടത്. കാരണം ഒരുപാട് പേർക്ക് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന ഇരട്ടി വിളവെടുപ്പ് നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേനൽ കൃഷിക്ക് മുന്നൊരുക്കം നടത്തണം. അപ്പൊ അതാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യണത്. അപ്പൊ ഇത് നമ്മൾ ഒരു വീഡിയോയിൽ ഒതുക്കുന്ന ഒരു സംഭവമേ അല്ല. നമ്മൾ 2-3 വീഡിയോസ് ആയിട്ടാണ് ചെയ്യണത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും കാണിച്ചും നിങ്ങൾക്ക് ആക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളിപ്പോ കൃഷി ചെയ്തവര് നിർബന്ധമായിട്ടും പൊതയിട്ട് കൊടുക്കണം. നിർബന്ധം. അതായത് ഇപ്പൊ കൃഷി ചെയ്തവർക്ക് മണ്ണിൽ പൊതയിടണം. ആ പൊതയിട്ടിട്ട് ഒത്തിരി പേർക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അതും ഞാൻ എടുത്തു പറയാം. അപ്പൊ ആദ്യം പ്രശ്നത്തിനുള്ള പരിഹാരം പറഞ്ഞിട്ട് നമുക്ക് വേനൽ കൃഷി പറയാലോ അല്ലെ. കാരണം ഒരുപാട് പേർക്ക് പ്രശ്നം വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ പൊതയിടുന്ന സമയത്ത് ഇതിന്റെ ചുവട്ടില്, അതായത് ഈ ചെടിയുമ മുട്ടുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. കണ്ടു, നമ്മുടെ ഈ ചെടി ഇവിടെ നിൽക്കുന്നു. അതിന്റെ തൊട്ട് മാറിയിട്ട് കുറച്ചങ്ങ് മാറിയിട്ടാണ് നമ്മൾ പൊതയിടാനായിട്ട് പാടുള്ളൂ. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതയിടുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് ഇതുമ്മ തട്ടാത്ത രീതിയിൽ ഇടണം. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? പൊതയിടുന്നതൊക്കെ ഓക്കെ, പക്ഷെ എന്ത് വേണം? നമ്മൾ ഈ പൊതയിടാനായിട്ട് എടുക്കുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുന്നത് വേണം, മണ്ണില് അലിഞ്ഞു ചേർന്നത് വേണം. അല്ലാതെ ആവണ സമയത്ത് അത് ദോഷമാണ് ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് അലിഞ്ഞു ചേരുന്നത്? ദേ, മുരിങ്ങയുടെ ഇല കണ്ടുവോ? മുരിങ്ങയുടെ ഇല നൈട്രജൻ കണ്ടന്റ് ധാരാളമായിട്ടുണ്ട്. നമ്മുടെ മണ്ണിന് വളരെ നല്ലതാണ്, ചെടിക്ക് വളരെ നല്ലതാണ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ബൂസ്റ്റ് ഡോസ് ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ മുരിങ്ങയില ജ്യൂസ്. അപ്പൊ മുരിങ്ങയിലുള്ളവര് ഫസ്റ്റ് അത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ ശീമക്കൊന്ന ഇല. ശീമക്കൊന്ന ഇലയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെ നമുക്ക് പച്ച ചാണകത്തിന് പകരം വരെയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ അല്ലെ. അപ്പോൾ അടുത്തത് നമ്മൾ ശീമക്കൊന്ന ഇല. ഇതില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ള ഇലകളെ തേടി പോവാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ ടൗണിലുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. പക്ഷെ അവരപ്പോ കരിയില ഉണങ്ങി, നല്ല ഉണങ്ങിയിട്ടുള്ള കരിയില ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പൊതയിടുന്നത് നിർബന്ധമാക്കുക. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ലൊരു സംരക്ഷണമാണ് കേട്ടോ. ചെടിക്ക് ഏറ്റവും നല്ല സംരക്ഷണം. അപ്പൊ ചെടി ഇപ്പൊ ആരും പുതിയതായിട്ട് ചെയ്യുന്നവരാവില്ല. എല്ലാവരുടെ അടുത്ത് ഇതേപോലെ വളർന്നിട്ടുള്ള ചെടികൾ ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് വേനൽക്കാല പരിചരണം തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾക്ക് ഇനി എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വിത്തിന്ന് തന്നെ തുടങ്ങാം അല്ലെ. ഇപ്പൊ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഇപ്പൊ വേനൽക്കാലത്ത് ഏതൊക്കെ വിത്തുകളാണ് നടേണ്ടത്, എന്തൊക്കെയാണ്, എല്ലാതും ചെയ്താൽ പറ്റുമോ, എങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെ അല്ലെ. അപ്പോ വിത്തിനേക്കാളും നല്ലത് ഇപ്പൊ നല്ലതരം തൈകൾ കിട്ടാനുണ്ട്. നിങ്ങൾക്ക് തൈകൾ വാങ്ങി നടുന്നതാണ്. കാരണം വിത്ത് എല്ലാതും പാകിയ കിളിക്കുന്നില്ല. ഇപ്പൊ കണിവെള്ളരി നടേണ്ട സമയമാണ്. ഒട്ടനെ തന്നെ നമ്മൾ നല്ലൊരു തടമൊക്കെ ഒരുക്കി, അല്ലെങ്കിൽ നല്ലൊരു ഗ്രോ ബാഗ് ഒക്കെ ഒരുക്കിയിട്ട് ഇപ്പൊ നമ്മൾ വെള്ളരി വാങ്ങി നടുകയാണെന്നുണ്ടെങ്കിൽ വിഷു ആകുമ്പോഴത്തേനും നമുക്ക് അതൊക്കെ പറിക്കാനായിട്ട് പറ്റും. അപ്പൊ വെള്ളരി നടേണ്ട ഏറ്റവും ബെസ്റ്റ് സമയമാണ്. മറ്റേതൊക്കെ നടേണ്ടത് തന്നെയാണ്, പക്ഷെ വെള്ളരി എടുത്തു പറയുന്നത് നമ്മൾ ആ ഒരു കണിവെള്ളരി നടേണ്ട സമയമാണ്. ആരൊക്കെയോ ചോദിച്ചിരുന്നു കണിവെള്ളരി നടന്നതായോ എങ്ങനെയാണ് എന്നൊക്കെ. നമുക്ക് എല്ലാ കൃഷികളും ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ഇതും ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് പ്രത്യേക ഒരു പരിചരണോ കാര്യങ്ങളില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നടണം. മാത്രമല്ല നല്ല തൈകൾ നോക്കിയിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല, വിത്താണ് നിങ്ങൾ പാകുന്നതെങ്കിൽ കുറച്ചധികം വിത്ത് പാകിയിട്ട് അതിൽ നിന്ന് നല്ല കരുത്തുള്ള തൈകൾ പറിച്ച് നടുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും വെള്ളത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ എല്ലാ തരം കൃഷിയും യാതൊരു ബുദ്ധിമുട്ട് കൂടാതെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേനൽക്കാലത്ത് ഇന്ന കൃഷി അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാ കൃഷിയും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരട്ടി വിളവ് കിട്ടുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ
നമ്മൾ എല്ലാ തരപ്പ് അപ്പം ആദ്യമേ പറയട്ടെ, വേനൽക്കാലത്ത് ഇന്ന കൃഷിയൊന്നുമില്ല, എല്ലാ കൃഷിയും ചെയ്യാം. പ്രത്യേകിച്ച് വെള്ളരി കൃഷി നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ തണ്ണിമത്തനൊക്കെ വളരെ നല്ലതാണ് നമുക്ക്. അപ്പൊ ഈ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ധാരാളമായിട്ട് ഈ സമയത്ത് ചെയ്താൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് ചെയ്യണം. പക്ഷെ നമ്മൾ അത് ചെയ്യണ സമയത്ത് ഈ ഒരു സമയത്ത് പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? ഇത് മനസ്സിലായി കാണുന്നിരിക്കുന്നു. ഉമി അല്ലേ? നിങ്ങൾക്ക് മില്ലുകളിൽ നിന്ന് നിസ്സാര വിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വില കൊടുക്കാതെയും വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഉമി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉമി ഇട്ടിട്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് ഈ 10 വിരല് പോരാ അതിന്റെ ഗുണങ്ങൾ എണ്ണാനായിട്ട്. ആദ്യത്തെ ഗുണം പറഞ്ഞാൽ കേട്ടാൽ തന്നെ നിങ്ങൾ എന്തായാലും ഓടിപ്പോയിട്ട് ഉമി വാങ്ങും. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണ്? എലി പെരിച്ചാഴി അല്ലെ? എലിയുടെയും പെരിച്ചാഴിയുടെയും ഉപദ്രവം ഒട്ടേറെ ഉണ്ട്. പക്ഷെ ഈ ഉമ്മിയിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാല് ഒരിക്കൽ വരും അവര്. പിന്നെ നമ്മുടെ ആ പരിസരത്തേക്ക് വരില്ല, ഉറപ്പാണ്. കാരണം എന്താ വെച്ചാല് അവർ ആ മൂക്കൊണ്ടാണ് മണ്ണൊക്കെ കുത്തി മാറ്റി. പക്ഷെ ഒരൊറ്റ കുത്തിന് അവര് ഓടിപ്പോവും. കാരണം ഇതിന് അങ്ങനെ ഒരു സൂചി പോലെ ഉണ്ട്, നമുക്കറിയാലോ അല്ലെ? അപ്പൊ അതുങ്ങളുടെ മൂക്കിൽ കുത്തണ സമയത്ത് പിന്നീട് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ ഒച്ചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോ നിർബന്ധമായിട്ടും നമ്മൾ ഇത് പറയാനുള്ള ഏറ്റവും ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ പിന്നെ എല്ലാ രീതിയിലും, അതായത് ഒരുപാട് പൈസ കുറവാണ്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തില് എലി, പെരിച്ചാഴി, ഒച്ച് ഇതിന്റെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പൊ അത് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പൊ ടെറസിന്റെ മേലെയാണ് ഒരു 95% ആൾക്കാരും കൃഷി ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം, ഇനി ഒരുപാട് ഭാരമൊക്കെ ടെറസിന്റെ മേലെ ആയ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ നമ്മൾ ഇതിട്ട് ചെയ്ത് നോക്കൂ. 10 ഗ്രോ ബാഗ് വെക്കുന്ന അവിടെയാണെന്നുണ്ടെങ്കിൽ 20 എണ്ണം വെക്കാൻ പറ്റും. അപ്പൊ ഡ്രമ്മും എല്ലാം ഒരുപാട്, കാരണം ഇതിന് വളരെ വെയിറ്റ് കുറവാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും എല്ലാത്തിനും പറ്റും. അപ്പൊ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ വളരെ പ്രയോജനമാണ് ഇത്. അപ്പൊ രണ്ടാമതായിട്ട് അതുപോലെ തന്നെ പെർലറ്റ് ആണ് നമ്മൾ സാധാരണ, പക്ഷെ പെർലറ്റിന് ഒരുപാട് വിലയാ, ഇതിന് നിസ്സാര വിലയേ വരുന്നുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഇതായിട്ട് നമുക്ക് അത് പറയാം അല്ലെ? ഇനി മൂന്നാമത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ ചകിരിച്ചോറും ഇതൊക്കെ നിറയ്ക്കുന്നുണ്ട് അല്ലെ? അതെന്തിനാണ്? ചകിരിച്ചോറ് നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാനും അതുപോലെ അതില് നന്നായിട്ട് മണ്ണിളക്കം ഉണ്ടാവാനും ഇതിനൊക്കെ. അപ്പൊ ഇത് അതിനേക്കാളും ഗുണം ചെയ്യും. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കൂടും, അതുപോലെ ഈർപ്പം നിലനിൽക്കും. പ്രധാനപ്പെട്ട കാര്യം, അതായത് വേനൽക്കാലത്ത് നമ്മൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഈർപ്പം നിലനിൽക്കും. അപ്പൊ നമ്മൾ ഇത് നിറച്ച് ഗ്രോ ബാഗ് വെച്ച് പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നനച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും വരുന്നില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താണ്? 3 4 നേരം നനച്ചാലും ചെടി ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കാന്നാണ്. പക്ഷെ ഇത് വെച്ച് നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് പൊതയിട്ട് കൊടുത്താൽ നമുക്ക് ഒരു ദിവസം നനയ്ക്കാൻ പോയില്ലെങ്കിലും ഒരു പ്രശ്നവും വരില്ല. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് വേണം? നമ്മൾ ഉമി ഇട്ടിട്ട് ചെയ്യണം. ഒന്നും കൂടെ ഞാൻ എടുത്തു പറയാം. ഉമിയിട്ട് ചെയ്യുന്നത് മൂലം നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അപ്പൊ ആ ഈർപ്പം നിലനിൽക്കണ കാരണം നമ്മൾ വളങ്ങൾ ഒഴിച്ചു കൊടുക്കുക, വളങ്ങൾ ഇട്ട് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ആ ചെടിക്ക് അത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ കിട്ടും, മണ്ണിളക്കം ഉണ്ടാവും. കണ്ടു, മണ്ണ് ദേ ഒലർന്ന് കിട്ടും. കണ്ടു, ഇതിങ്ങനെ നമുക്ക് നല്ല രീതിക്ക് തന്നെ മണ്ണ് ഒലർന്ന് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അപ്പൊ നമുക്ക് അതാണല്ലോ വേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഇത് പ്രധാനമായിട്ട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഈർപ്പം നിലനിൽക്കുന്നതാണ്. ഇനി അടുത്ത കാരണം എന്താണ്? നമ്മുടെ മണ്ണിന്റെ ഘടന തന്നെ ഇത് മാറ്റും. വെറുതെ പറയണതല്ല. അതെന്തുകൊണ്ടാന്ന് പറയട്ടെ. നമ്മൾ പറയണതിനൊക്കെ ഒരു കാരണമുണ്ട്. ഇപ്പോ ഉമി നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞാല് 2 വർഷം എടുക്കും ഇത് മണ്ണില് അലിഞ്ഞു ചേരാനായിട്ട്. മനസ്സിലായോ? 2 വർഷം വരെ ഇത് മണ്ണിൽ കിടന്ന് അതിന്റെ ഒരു ഘടന തന്നെ മാറ്റും. അപ്പൊ അത് വലിയൊരിതാണ്. മറ്റ് എന്ത് തന്നെ നമ്മൾ ഇട്ടാൽ ഇപ്പൊ എന്താണ് വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടി, ഇതൊക്കെ ഇപ്പൊ എല്ലുപൊടിയാണ് നമ്മൾ പറയാ ഒരു വർഷമൊക്കെ എടുക്കും അത് മണ്ണിൽ അലിയാൻ. പക്ഷെ അതിനേക്കാളും ഇത് കണ്ടു, ഇത് 2 വർഷം എടുത്തിട്ടാണ് മണ്ണിൽ അലിഞ്ഞു ചേരുള്ളൂ. അപ്പൊ അത് അതേപോലെ തന്നെ നിന്ന് മണ്ണിന്റെ ഘടന തന്നെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അപ്പൊ നമ്മൾ ഇനി ചെയ്യുന്ന ഗ്രോ ബാഗില് ഈ വേനൽക്കാല കൃഷിയിൽ നിർബന്ധമായിട്ടും ഇത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം.
അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഉമിയിലുണ്ടല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഗുണം? കാർബൺ കിട്ടും നമ്മുടെ ചെടികൾക്ക് അല്ലെ. മണ്ണിൽ ധാരാളമായിട്ട് നമ്മൾ കാർബൺ കിട്ടാനായിട്ടാണ് കരിയില കൊടുക്കുക. അപ്പൊ ഇതിന് ആ കരിയിലയുടെ ഗുണം തന്നെ. ഇപ്പൊ ഒരുപാട് പേർക്ക് കരിയില കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ടൗണിലുള്ളവർക്കൊന്നും കരിയില കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് ഇനി വിഷമിക്കേണ്ട, ഉമി വാങ്ങുക, ഇട്ട് കൊടുക്കുക, നിസ്സാര വിലയെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഉമി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ കിട്ടും. പിന്നെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ പൊതയിടാനും നമുക്ക് ഇത് പറ്റും. ഇപ്പൊ നമ്മള് ഇതിന്റെ മേലെ ഇത് പൊതയായിട്ട് ഇട്ട് കൊടുക്കുക. ഉമി വാങ്ങി ഇപ്പൊ നിങ്ങൾക്ക് പൊതയിടാനായിട്ട് വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഉമി വാങ്ങി നിങ്ങൾ ഇതേപോലെ തന്നെ പൊതയിട്ട് കൊടുക്കുക. അതായത് ഇതിന്റെ ചുവട്ടിന്ന് കുറച്ച് മാറ്റി നല്ല രീതിക്ക് നിങ്ങൾ ഇങ്ങനെ ഉമി പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇതില് ഇപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ പൊതയിടാനുള്ള നല്ലൊരു സംഭവമായി. പിന്നെ ഇതിൽ പുല്ലുകളൊന്നും മുളയ്ക്കില്ല. അത് വലിയൊരു കാര്യമാണല്ലോ അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് പുല്ലൊക്കെ മുളച്ചു കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ ഗ്രോ ബാഗിൽ പുല്ല് മുളയ്ക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ നിലത്ത് നടുന്നതാണ്. അതിൽ നിലത്ത് നട്ട പറയേണ്ട കാര്യമില്ല, എത്ര വേഗം പുല്ല് വരിക അല്ലെ. അപ്പോ പുല്ല് വരാതിരിക്കാൻ ഒരു കുറച്ച് ഏരിയ ഫുള്ളും നമ്മൾ അതിന്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ പുല്ലേ വരില്ല. അപ്പൊ നമുക്ക് എത്ര മാത്രമാണ് ഇതുകൊണ്ടുള്ള ഗുണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള മില്ലിലോ അല്ലെങ്കിൽ മറ്റുള്ള കടകളിലോ പോയി ഒട്ടനെ തന്നെ വാങ്ങാൻ നിസ്സാര വിലയെ വരുന്നുള്ളൂ. അപ്പോൾ വേനൽ കൃഷിക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഇത് കൊടുക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു നല്ലതരം വിത്ത് നോക്കിയെടുക്കാൻ പറഞ്ഞു. അതിനുശേഷം തൈകള്, പിന്നെ നമ്മൾ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഇത് അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിലൊരു പോട്ടിങ് ഇതുപോലെ നമ്മൾ ഇടാനായിട്ട് പറഞ്ഞു. ഇപ്പൊ കൃഷി ചെയ്തവർക്ക് പെട്ടെന്നുള്ള ഒരു സംരക്ഷണം എന്ന നിലയിൽ നമ്മൾ പൊതയിടാൻ പറഞ്ഞു. അതിപ്പോ നമുക്ക് ഉമി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കരിയിലയോ അല്ലെങ്കിൽ നമുക്ക് ശീമക്കൊന്നയില, മുരിങ്ങയില ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യാനും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും കാണിച്ചല്ലോ അല്ലെ. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. കൃഷി ചെയ്തവര് പെട്ടെന്ന് തന്നെ പൊതയിട്ട് കൊടുക്കുക. പൊതയിടുമ്പോൾ വീണ്ടും പറയണു ഇതൊന്ന് നീക്കിയിടണം, അല്ലാത്തവർക്ക് കുറെ പേർക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് അത് പറഞ്ഞിരിക്കണേ. പിന്നെ നമ്മൾ സ്ലറികളാണ് കൊടുക്കേണ്ടത്. ആ സ്ലറിക്ക് തന്നെ പ്രത്യേകതയുണ്ട്. അപ്പൊ ഏതൊക്കെ സ്ലറികൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അതുപോലെ മണ്ണിൽ തടം എടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സംരക്ഷണം തരാനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. അടുത്തത് നമുക്ക് കൊടുക്കേണ്ടത് സ്ലറി, അതായത് കട്ടിയുള്ള വളങ്ങൾ നമ്മൾ അധികം കൊടുക്കാൻ പാടില്ല. കൂടുതൽ നമ്മൾ സ്ലറികളാണ് കൊടുക്കേണ്ടത്. അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പൊ ഇതിൽ കുറേ സംശയങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക്. തീർച്ചയായിട്ടും എനിക്കറിയാം. കാരണം നമ്മൾ ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ സംശയം, ഒരുപാട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഇപ്പൊ വെള്ളം ഇല്ലല്ലോ, വെള്ളം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വെള്ളമൊന്നും ഒരു പ്രശ്നമേ അല്ല. വെള്ളം ഇല്ലാത്ത കൃഷിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അടുത്ത ആഴ്ച അതാണ്. ഇപ്പൊ നമ്മൾ ഉള്ള കൃഷിനെ സംരക്ഷിക്കുക. അടുത്ത ആഴ്ച നമുക്ക് വെള്ളം ഇല്ലെങ്കിലും കൃഷി ചെയ്യാൻ പറ്റൂ, അത് ഉറപ്പാ. അത് നമ്മൾ കാണിച്ചു തന്നിരിക്കും. ആ ഒരു രീതിയാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു കൃഷിക്ക് വേണ്ടി അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. മാത്രമല്ല എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും ഒക്കെ അങ്ങ് ചോദിച്ചു വെച്ചോളൂ കേട്ടോ. എല്ലാത്തിനും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തന്നെ മറുപടി തരുന്നത്. വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം കമന്റ് വെറുതെ ഒരു വാക്ക് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ അത് പറഞ്ഞ് കാണിച്ച് വിശദമാക്കിയിട്ട് എല്ലാവരെയും ഇനി ഇപ്രാവശ്യം കൃഷിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യമുള്ളൂ. ഇപ്പൊ എന്താ പറയാ, നിങ്ങള് വെള്ളം ഇല്ലാന്ന് കൊണ്ടിരിക്കാൻ പാടില്ല, തെയ്യില്ലാന്ന് കൊണ്ടിരിക്കാൻ പാടില്ല, വളങ്ങൾ ഇപ്പൊ വെള്ളം വരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു തരും, ഉറപ്പാണ്. അതുപോലെ നമ്മൾ വളവും തൈകളും ഒക്കെ തന്നിരിക്കും. എല്ലാവരും കൃഷി ചെയ്യുക, അത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. എല്ലാ സംശയങ്ങളും കമന്റ് ആയിട്ടിടുക. അപ്പോൾ നന്ദി, നമസ്കാരം.